ഈ ഒരസഹിഷ്ണുതക്ക് തിരികൊളുത്തലാണ് സത്യത്തില് ഇന്നലെ മാതൃഭൂമി പത്രം നടത്തിയിരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെവിടെയല്ല, കോഴിക്കോട് നഗരപേജിലാണ് അത് വന്നിരിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറഞ്ഞുകൊണ്ട്, നബി തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അച്ചുകൾ നിരത്തി. മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ വേദനിച്ചു. ആർക്കാ വേദനിക്കാതിരിക്കുക? ഹബീബ് റസൂലുള്ളാഹിയെ പറഞ്ഞാൽ ഇത്രയധികം നല്ല മരുന്ന് വേറെയില്ല മുസ്ലിമീങ്ങളെ ഇളക്കാൻ എന്നറിയാം. അതുകൊണ്ടാണ് അങ്ങനെ നടത്തിയത്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് സത്യത്തില് ഇത്രയുമധികം തഴക്കവും പഴക്കവുമുള്ള കേരളത്തിലെ മലയാള ഭാഷാ പ്രേമികളൊക്കെ വളരെ സന്തോഷത്തോടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രം അത് നടത്തിയിരിക്കുന്നത് എത്ര മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളെ വ്രണപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാന്ന് അവർക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എങ്കിൽ മുസ്ലിമീങ്ങൾ ഇളകും എന്ന് മനസ്സിലാക്കിയതാണ്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയകളിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിലും വാട്സപ്പിലും തുറക്കാൻ വയ്യ. യുദ്ധമാണ്. ഞാനിതിനെ കുറ്റപ്പെടുത്തുകയല്ല. പ്രതിഷേധങ്ങൾ വേണം, പ്രതിഷേധങ്ങളില്ലാതിരിക്കാൻ പറ്റില്ല. പക്ഷേ പ്രതിഷേധിക്കേണ്ട സ്വരമുണ്ട്, ശൈലിയുണ്ട്. ആ ശൈലിയിൽ നമ്മൾ പ്രതിഷേധിച്ചാൽ അത് ഫലം. അതാ വേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ ഈ ലേഖനം എഴുതിയ, ഈ കുറിപ്പെഴുതിയ ആളുടെ പേരിൽ ഒരു കേസ് പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം എഴുതിയത്. ആ കുറിപ്പ് വായിച്ചവർക്ക് മാത്രമേ അറിയൂ. ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചാൽ, എന്റെ നാവ് കൊണ്ട് അത് പറയാൻ എനിക്ക് പ്രയാസമാണ്. മാതൃഭൂമിയുടെ ആ കട്ടിങ് ഇവിടെ ആവർത്തിച്ച് വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ മുസ്ലിമായതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ട്. മാതൃഭൂമി പറഞ്ഞു എന്ന് പറഞ്ഞു പോലും വായിക്കാനുള്ള താക്കത്ത്, അതിനുള്ള കേൾപ്പ് എന്റെ നാക്കിനില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ ഒന്നും ഹൃദയം അത് സമ്മതിക്കില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീലംബടനായി ചിത്രീകരിക്കുകയാ ചെയ്തത്. ചുരുക്കി അത്രമാത്രം പറയുന്നു. എങ്ങനെയാണ് ഇത് മുസ്ലിം സമൂഹം വെച്ച് പൊറുപ്പിക്കുക? മുസ്ലിം സമൂഹം എങ്ങനെ വെച്ച് പൊറുപ്പിക്കും? സുബ്ഹാന മൻ ജല്ല ജലാലു. ഞാൻ പറയുന്ന ഒരു കേസ് പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അതിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ അത് വായിക്കുന്ന ആർക്കും തിരിയും ഇത് റസൂലുള്ളാഹിനെ പറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ബീവിയുടെ പേര് പരിഹസിക്കാൻ വേണ്ടി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആയിഷ മോൾ എന്ന് പറഞ്ഞിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ മുമ്പും പിമ്പും ഒക്കെ വായിച്ചാൽ റസൂലുള്ളാഹിനെ പറ്റിയാ പറഞ്ഞത് എന്ന് ബോധ്യപ്പെടും. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇത് നമ്മള് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലോ ഇവിടുത്തെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അതിന് വിട്ടുപോകാനും പറ്റില്ല. മനസ്സിലാക്കിയിട്ടുണ്ടാകും ചിലരെങ്കിലും. അതുകൊണ്ടാണ് പത്രം പറഞ്ഞു, ഇന്ന് നിർവ്യാജം ഛേദിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണാവോ ഈ നിർവ്യാജം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നിർവ്യാജം ഛേദിക്കുന്നു, കുറിപ്പുകാരന്റെ പേര് പോലും ഇല്ലാതെ. പേരുണ്ടെങ്കിലൊക്കെ കിട്ടി, നമ്മൾ ആ തലയും വാലും നോക്കിയില്ല, അങ്ങ് കൊടുത്തു എന്നൊക്കെ പറയായിരുന്നു. പേര് പോലും ഇല്ലാതെ. ഇത് പത്രത്തിന്റെ ഉള്ളിലുള്ളവർ കളിച്ചതല്ലേ? ഈ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ, ഈ ഉമ്മത്തിന്റെ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കളിച്ചതല്ലേ? ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയതുകൊണ്ട് തീരുന്ന കേസല്ല. എന്നാലും നമ്മുടെ പരസ്യമായ പ്രതിഷേധങ്ങൾ പിൻവലിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് മതി. മാത്രമല്ല, ഇതിന്റെ പിറകിലുള്ള ലക്ഷ്യവും അതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തി നോക്കുകയാണ് തൽക്കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിവന്മാരോടൊക്കെ പറയാനുള്ളത്, ആ പരിപ്പ് ഇവിടെ വേവൂല. എന്താ കാരണം? കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റണമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ അത് തൽക്കാലം മുസ്ലിമീങ്ങളെന്നല്ല, മനുഷ്യത്വത്തിന് വില നൽകുന്ന, മാനവികതയ്ക്ക് വില നൽകുന്ന ഒരാൾക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ്. മാനവികതയ്ക്ക് വില നൽകുന്ന ഒരാൾക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം കേട്ടോ, നമ്മൾ ശരിക്കാലോചിക്കണം. ഇതിന്റെ പേരിൽ അപക്വമായ നടപടികൾ നമ്മുടെ അടുത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല.
കാരണം അല്ലാഹു റഹ്മാനാണ്. അല്ലാഹു തആല അവൻക്ക് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന പടച്ചവനാണ്. അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ അർത്ഥത്തിലും എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് നാം ജീവിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. അതേസമയം ഇങ്ങനെ ഒരു പത്രം, പാരമ്പര്യമുള്ള ഒരു പത്രം നമ്മുടെ ഹബീബിനെ വഷളാക്കിക്കൊണ്ട് കുറിപ്പെഴുതിയെങ്കിൽ അതിന് പ്രതിഷേധിക്കേണ്ടത് ഹവയിലിടിച്ചിട്ടല്ല, അന്തരീക്ഷത്തിലിടിച്ചിട്ടല്ല, തല്ലി തകർത്തുകൊണ്ടല്ല, നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടല്ല. അതിന് പ്രതിഷേധിക്കേണ്ടത് മാന്യമായ ഭാഷ ഏതാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൂമുഖത്ത് നേരം വെളുക്കുമ്പോ ഈ പത്രം നമ്മളെ കാശ് കൊടുത്ത് വന്ന് വീഴുന്നുണ്ടോ? നാളെ മുതൽ വീഴാൻ പാടില്ല. നാളെ മുതൽ ഈ പത്രം നമ്മളെ മുറ്റത്ത് വീഴാൻ പാടില്ല. നമ്മൾ അറിയുന്നവരെ കൊണ്ട് ആരെയൊക്കെ ഇത് റദ്ദ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് റദ്ദ് ചെയ്യിപ്പിക്കണം. കാരണം ഇവിടെ മനുഷ്യനെ സ്നേഹിക്കുന്ന ധാരാളം മതക്കാര് ജീവിക്കുന്ന രാജ്യമാണ്. നമ്മൾ മാത്രമല്ല, എല്ലാ മതക്കാരും മനുഷ്യത്വത്തിന് വില നൽകുന്ന, മനുഷ്യപ്പറ്റുള്ള എല്ലാ മതവിശ്വാസികളും കാണുന്നത് അങ്ങനെയാണ്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കണമെന്ന് ഒരാളും ഉദ്ദേശിക്കുന്നില്ല. നമ്മളും ആ സഹിഷ്ണുത തന്നെയാണ് നമ്മുടെ അടുത്തു നിന്നുണ്ടാവേണ്ടത്. അസഹിഷ്ണുത ഒരിക്കലും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോട് മുസ്ലിമീങ്ങൾക്ക് എന്താ ഇത്രയും വലിയ സ്നേഹം? മുസ്ലിമീങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടും ബോധപൂർവ്വം ആലോചിക്കുന്നതുകൊണ്ടുമാണ് പ്രശ്നങ്ങൾ രാജ്യത്തില്ലാതിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. ചില അപക്വമായ ഇടപെടലുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് ഭയാനകമാണ്, അത് ആശങ്കാജനകമാണ്. അങ്ങനെ തന്നെ പറയുന്നു, ഉണ്ടാവരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം എന്ന ഈ സുന്ദരമായ നാടിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള തന്ത്രം അത് എല്ലാ മതക്കാർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതല്ല വേണ്ടത്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു ജീവിതം. എന്റെ വീടിന് ചുറ്റും പാർക്കുന്നത് അമുസ്ലിം സുഹൃത്തുക്കളാണ്. എന്തൊരു സന്തോഷത്തിലാ കഴിയുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, എന്റെ വീട് പുതുതായിട്ട് അതിലേക്ക് കടന്നിരിക്കുന്ന ദിവസം ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അന്ന് അവിടെ എല്ലാ ഒത്താശകൾക്കും ഒരു പെട്ടെന്നൊരു അപ്രതീക്ഷിത മഴ പെയ്തപ്പോൾ എല്ലാ ഒത്താശകൾക്കുമുള്ളത് എന്റെ അയൽപക്കക്കാരായ രാമനും മുരളിയും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കൂട്ടുകാരാണ് വന്ന് അത് സജീവമാക്കുന്നത്. അവിടെ രാമനും മുരളിയും സുഖവും നാഗനും ഒക്കെ രംഗത്തുണ്ട്. എന്തൊരു സന്തോഷം. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ രംഗം കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു മതസൗഹാർദ്ദം എന്നും കാത്തുസൂക്ഷിക്കണം. എത്ര സന്തോഷത്തോടെയാണ് അവരതിനെ കാണുന്നത്, എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ അവരെ കാണുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിദ്വേഷവുമില്ല, ഒരു വെറുപ്പുമില്ല. എന്തൊരു സന്തോഷം. ഈ നല്ല നാളുകൾ നമുക്ക് അസ്തമിക്കരുത്. ഇതിവിടെ നിലനിൽക്കണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിലനിൽക്കണം എന്ന് മോഹിക്കുകയാണ് നാം. വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. എന്തുകൊണ്ടാ പിന്നെ നബിതങ്ങളെ പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഹൃദയം പെട്ടെന്ന് വ്രണപ്പെടുന്നത്? പെട്ടെന്ന് സഹിഷ്ണുത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നഷ്ടപ്പെട്ടു പോകുന്നോ മറ്റുള്ളവർക്ക് തോന്നാനുള്ള കാരണമെന്നറിയോ? ഒന്നുമല്ല, ഹബീബിനെ പറഞ്ഞാൽ ഈ ഉമ്മത്തിന് സഹിക്കാൻ കഴിയൂല. ഞാൻ ആലോചിക്കുന്നു, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഒരു ദിവസം എന്റെ അടുത്ത് ഉറങ്ങുന്ന സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹിയെ കാണാനില്ല. കണ്ടെങ്കിൽ ഇപ്പുറത്തെ ആരോപണം എന്താ? ആയിഷ ബീവിയെ മനമില്ലാ മനസ്സോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ച് കല്യാണം കഴിച്ചതാണോ തോന്നിപ്പോകുന്ന സ്വരാണ്. എന്നാൽ ആയിഷ ബീവി എന്താ ചെയ്യുന്നത്? അർദ്ധരാത്രി എഴുന്നേറ്റപ്പോ വിരിപ്പിൽ റസൂലുള്ളാഹിനെ കാണാത്തപ്പോ എവിടെ പോയി എന്റെ ഹബീബ്, എവിടെ പോയി എന്റെ പ്രിയപ്പെട്ടവർ? ഭരതാണ് ഇറങ്ങിയിട്ട് മുറ്റത്തിറങ്ങി ബേജാറോടെ അങ്ങനെ നോക്കുകയാണ്, എവിടെ പോയി റസൂലുള്ളാഹി? അപ്പോഴാ കണ്ടത്
ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു റസൂലുള്ള ഉറങ്ങുന്നത്, അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയോ? മദീനത്ത് പോയവർക്ക് വേഗം തിരിയും, അതും ജന്നത്തുൽ ബഖീയും തമ്മിൽ ചെറിയ അകലേ ഉള്ളൂ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് ഇങ്ങനെ നോക്കിയാൽ അപ്പുറത്തുള്ള ആ മതിലിന്റെ അപ്പുറത്താണ് ജന്നത്തുൽ ബഖീ കിടക്കുന്നതെന്ന് പറയാം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നോക്കുമ്പണ്ട് ജന്നത്തുൽ ബഖീഇന്റെ ചാരത്ത് സയ്യിദുനാ റസൂലുള്ളാഹി അർദ്ധരാത്രിയിൽ ഇറങ്ങി അവിടെ മുണ്ട് വിരിച്ച് നിസ്കരിക്കുകയാണ്. മുഹമ്മദുൽ മുസ്തഫ, പടച്ചോനെ നട്ടപ്പാതിരാ ജന്നത്തുൽ ബഖീഇന്റെ അടുത്ത് പോയി ഏകാന്തമായി നിസ്കരിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഏകാന്തനായി നിസ്കരിക്കുന്നു. ഞാൻ പതുക്കെ പോയി. ആയിഷ ബീവി പറയാണ്, ആയിഷ ബീവി ചെറുപ്പക്കാരിയാ, ആയിഷ ബീവിക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു രസാണ്. ആയിഷ ബീവി പതുക്കെ വന്നിട്ട് റസൂലുള്ളാന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നു. എന്താണ് റസൂലുള്ളാന്റെ പണി? ഒരു പ്രത്യേക നിസ്കാരം. എന്താണ് ഈ നിസ്കാരത്തിൽ ചൊല്ലുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടത് നബിതങ്ങള് ഖിയാമിൽ നബിതങ്ങൾ നൃത്തത്തിൽ ചൊല്ലുന്നത് ഒരൊറ്റ ദിക്ർ, യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. എന്റെ റബ്ബേ, എന്റെ സമുദായം, എന്റെ പാവപ്പെട്ട ഉമ്മത്തികൾ അവര് നരകത്തിൽ പോകോ, എന്റെ ഉമ്മത്തികളെ നീ രക്ഷിക്കണേ. യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. അങ്ങനെ കുറേ നേരം യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി വിളിച്ച് പിന്നെ റുക്കുവഴക്കാട് പോയി. അപ്പൊ ഞാൻ റുക്കുവഴക്ക് പോയപ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്താ റുക്കുവയിൽ ചെല്ലുന്നത്? അവിടെയും ദിക്റ് തന്നെ, യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. അല്ലാഹുവേ, എന്റെ സമുദായത്തെ നീ രക്ഷിക്കണേ, മനുഷ്യ മക്കളെ നീ രക്ഷിക്കണേ അല്ലാഹ്. സുജൂദിലേക്ക് പോയപ്പോൾ ഞാൻ നോക്കി, ദിക്റ് മാറുന്നുണ്ടോ? അവിടെയും ദിക്റ് തന്നെ, യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. സുബ്ഹാനല്ലാഹ്, എല്ലാറ്റിലും യാ റബ്ബി ഉമ്മത്തി എന്നുള്ള ദിക്റ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഐനൽ ഖുർആനു ഫീ സ്വലാത്തിക ഹൽ നസീതഹു ലിയജ്രി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയെ, നിസ്കരിക്കുമ്പോ ഖുർആനല്ലേ ഓതേണ്ടത്, ഫാത്തിഹയല്ലേ ഓതേണ്ടത്, സൂറത്തല്ലേ ഓതേണ്ടത്, ദിക്റല്ലേ ചൊല്ലേണ്ടത്? എന്താ നിങ്ങള് ഉമ്മത്തിനോടുള്ള സഹതാപം കാരണം, ഉമ്മത്തിന്റെ കാര്യത്തിൽ മനം നൊന്ത്, ഉമ്മത്തിന്റെ കാര്യത്തിൽ വിഷമിച്ച്, അവരോടുള്ള സ്നേഹം തലക്കു പിടിച്ചു നിങ്ങൾ ഖുർആൻ ഓതാൻ പോലും മറന്നുപോയോ നിസ്കാരത്തിൽ? അതിലും യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി എന്ന് പറയാണോ? നിസ്കാരത്തിൽ ഖുർആനല്ലേ ഓതേണ്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതഅജബീന മിൻ ഹാദാ യാ ആയിഷ. പൊന്നു ആയിഷ, ആയിഷോ, എന്തൊരു സ്നേഹമായിരുന്നു ആ ജീവിതത്തിൽ എന്നറിയോ? എന്തൊരു സ്നേഹമായിരുന്നു അവർ തമ്മിൽ ആ ജീവിതത്തിലുണ്ടായിരുന്നത്. ആയിഷോ, നിനക്കിത് കണ്ടിട്ട് അത്ഭുതമുണ്ടോ ആയിഷോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് വേണ്ടി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി ഞാൻ എന്റെ നിസ്കാരം മുഴുക്ക പറഞ്ഞപ്പോ നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ആയിഷ, ഇത് നിർത്തൂലട്ടോ. ലാ സാലു അഖൂലു ഹദാ, ഞാനിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറച്ചിൽ ഞാൻ നിർത്തൂല ആയിഷ. മാദും തുഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനിത് അവസാനിപ്പിക്കൂല ആയിഷ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനിത് പറയും, യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. അങ്ങനെ വഇദാ ദഖൽതു ഖബ്രി വഇദാ ദഖൽതു ഖബ്രി, എന്റെ ഖബറിൽ ഞാൻ കടന്നു കഴിഞ്ഞാൽ, വഇദാ ദഖൽതു ഖബ്രി, എന്റെ ഖബറിൽ ഞാൻ കടന്നു കഴിഞ്ഞാൽ അപ്പോഴും പറയൂ ആയിഷ, അപ്പോഴും പറയും. ഖബറിൽ കടന്നു കഴിഞ്ഞാൽ അപ്പോഴും പറയും. ഞാൻ ഖബറിൽ കടക്കുമ്പോഴും ഞാൻ പറയൂ, യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. പടച്ചോനെ, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം, എന്റെ സമുദായം. അങ്ങനെ വഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതി രണ്ടാമത്തെ ലോകം തുടങ്ങി പുനരുത്ഥാനത്തിന് ശേഷം അപ്പോഴും ഫഖൂലു യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. പറയൂ ആയിഷ, ഞാൻ വിടൂല. എന്റെ ഉമ്മത്തിനെ മുഴുവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുവരെ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെടും ആയിഷ. എന്റെ ഉമ്മത്തിനോട് എനിക്കുള്ള സ്നേഹം ചെറുതല്ല. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കേട്ട ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയോ? കഴിയില്ല.
അപ്പൊ അതിനെന്താ മാർഗം? നേരത്തെ പറഞ്ഞ പോലെ അപക്വമായ നിലപാടുകളല്ല അതിന് വേണ്ടത്. മറിച്ച് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒരു തീരുമാനം മുസ്ലിമീങ്ങൾക്ക് ഇവിടെ കൈക്കൊള്ളാൻ പറ്റും. രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാധാനം എന്നും നിലനിൽക്കണം. പക്ഷേ വളരെ തന്ത്രപരമായിട്ടാണ് മാതൃഭൂമിക്കാരൻ നീങ്ങിയത്, അല്ലെ? എഴുതിയ ആളെ പേരില്ല, ഒരു കേസ് ചാർജ് ചെയ്യാൻ പോലും വകുപ്പില്ല. അത്രയും തന്ത്രപരമായിട്ടാണ് മാതൃഭൂമിക്കാരൻ റിപ്പോർട്ട് എടുത്തത്. എന്നാ അത്രയും തന്ത്രപരമായിട്ട് ഈ വിഷയത്തിൽ നമുക്കൊന്ന് നീങ്ങിക്കൂടെ? എന്താണത്? നമ്മളെ പൈസ കൊണ്ട് മാതൃഭൂമി ഇനി വരരുത്. മാതൃഭൂമി വരിക്കാരായിട്ട് ആരൊക്കെയുണ്ടോ അതിന്ന് നിർത്തണം. കഴിഞ്ഞില്ല. മാതൃഭൂമി പത്രത്തില് മുസ്ലിം മുതലാളിമാരുടെ എന്നല്ല, രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യരുടെയും പരസ്യം മാതൃഭൂമി പത്രത്തിന് കൊടുക്കരുത്. മാതൃഭൂമി പത്രത്തിൽ പരസ്യം കൊടുത്ത ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇക്കോലത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കാൻ തയ്യാറാണോ? ഞാൻ പറയുന്നു, മാതൃഭൂമിക്കാരൻ പഠിക്കും. മാതൃഭൂമിക്കാരൻ പഠിക്കും. മതേതര രാജ്യത്തിന് മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിലാകും. രാജ്യത്ത് കലാപം ഉണ്ടാവില്ല. അതാണ് നമുക്ക് ആവശ്യം. അതാണ് നമുക്ക് ആവശ്യം. കലാപം ഉണ്ടാക്കണമെന്ന് നിയ്യത്ത് വെച്ച് നടക്കുന്നവരെ അവരെ തിരുത്തുകയാണ് നമുക്ക് ആവശ്യം. ഭൂമി നാട്ടിൽ ഒരിക്കലും ഒരു നാട് കുട്ടിച്ചോറാകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നു, മാതൃഭൂമി ഒരുത്തന്റെ പൂമുഖത്തുണ്ടെങ്കിൽ ആ പൂമുഖത്തേക്ക് കയറുമ്പോ മൂക്കുപൊത്തിയേ കയറാൻ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് മുസ്ലിമിന്റെ മനസ്സ് വേദനിച്ചു.